എല്ലാവർക്കും നമസ്കാരം. അതിഥി ഗ്രൂപ്പ് ഒരു മൾട്ടി ഡിസിപ്ലിനറി സെന്ററിന്റെ ഫ്രാഞ്ചൈസി ഗ്രൂപ്പാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തെറാപ്പികളും, മോഡേൺ ആയിട്ടുള്ള എല്ലാ തെറാപ്പികളും അതിനോടൊപ്പം ആയുർവേദവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര സംയോജിത ചികിത്സാ പദ്ധതി എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നമ്മൾ ഫ്രാഞ്ചൈസികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 500ഓളം കുട്ടികൾ നമ്മളുടെ കീഴിൽ ഇപ്പോൾ തെറാപ്പികളായിട്ട് എടുക്കുന്നുണ്ട്. ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ള ഒരു സന്ദേശത്തിന്റെ പുറത്താണ് ഈ ഒരു സംരംഭം നമ്മൾ 2020 തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ലാതെ പൊതുജനങ്ങൾക്കായിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലാറ്റ്ഫോം ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ അതിൽ പ്രകാരം നമുക്ക് നമ്മുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ അതിൽ വിദഗ്ധരായവര് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ലാസ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്ക് നാളിതുവരെ കാണുന്നതിനേക്കാൾ കൂടുതലുള്ള ഒരു ചൂട് കാലത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉഷ്ണതരംഗം എന്നൊക്കെയുള്ള പുതിയ പുതിയ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊന്നും ഇത് ഉണ്ടാവില്ല, 35 ഡിഗ്രി 40 ഡിഗ്രി ഒക്കെ നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള സ്ഥലത്ത് നിന്നും നമ്മൾ ദിവസം തോറും ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തെ എങ്ങനെ ആരോഗ്യകരമായിട്ട് നിലനിർത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നിവയെ കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മളോട് സംസാരിക്കാൻ കോട്ടക്കലിലെ ആയുർവേദ കോളേജിലെ പ്രൊഫസറും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും ആയിട്ടുള്ള ഡോക്ടർ ദിനേശ് സാറ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിനെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് അതിഥിയുടെ പേരിൽ ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി നീക്കിവെച്ച എല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ദിനേശ് സാറിനെ കുറിച്ചിട്ട് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. കോട്ടക്കൽ കോളേജിലെ പ്രൊഫസറാണ്. 10-15 വർഷത്തോളം ആയുർവേദ ഗവേഷണ രംഗത്ത് പ്രശസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. മോറോവർ ഞങ്ങളുടെ അതിഥി എന്നുള്ള ഈ ഒരു ഗ്രൂപ്പിന്റെ ഞങ്ങളുടെ ഒരു മുഖ്യ ഉപദേഷ്ടാവും ഞങ്ങളുടെ മെന്ററുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അധികം സമയം എടുക്കുന്നില്ല, അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. സർ പ്ലീസ്. നമസ്കാരം. റെസ്പെക്റ്റഡ് ഡോക്ടർ അരുൺ, അതിഥി ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ, ദ PRO ഡോക്ടർ മിഥുൻ, മറ്റ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഈ ഒരു ഈവനിങ്ങിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നമസ്കാരം. നമ്മളിത് സാധാരണയായിട്ട് 1-2 സ്ഥാപനങ്ങളുമായി കൂട്ടിച്ചേർന്ന് പൊതുജനങ്ങളുടെ സാധാരണ വിഷയങ്ങൾ വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്യാൻ ചില വൈകുന്നേരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇന്ന്. ഇതിലൊരു പ്രത്യേക ചട്ടക്കൂടോട് കൂടിയോ ഒന്നുമല്ല. കുറച്ച് ഇൻഫർമേഷൻസുകൾ പൊതുജനങ്ങളുടെ അടുത്ത് സംസാരിക്കുക, അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുക, ഇത് മാത്രമാണ് ഇന്നത്തെ ഉദ്ദേശം. നമുക്കറിയാം, എക്കാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോ ചൂട് ഈ വർഷം പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ അതിഭീകരമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. വേറെ ഏതൊരു വിഷയത്തെക്കാട്ടിലും ഈ വിഷയം എടുത്തിടുമ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. ഒരു പ്രഷറിനെ കുറിച്ച് ഇന്നൊരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ചൂട് സംബന്ധമായ പ്രശ്നത്തെ കുറിച്ചിട്ട് ഇപ്പൊ എല്ലാവരും ഉഷ്ണിച്ചുകൊണ്ട് ഈ മൊബൈലിന്റെ മുമ്പിലോ കമ്പ്യൂട്ടറിന്റെ മുമ്പിലോ ഇരിക്കുന്നു. ഇപ്പോ 32 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ഇപ്പൊ പുറത്ത്. 32 മുതൽ 38 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ചൂട് വന്നുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച്, ഈ ചൂട് കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തിയോ എന്നുള്ള ഒരു പരിശോധന മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിനാണ് ശരീരത്തിനെ പാകപ്പെടുത്തുന്നത്? ചൂട് കൂടുമ്പോൾ എന്തിനാ പാകപ്പെടുത്തുന്നത്? മഴ പെയ്യുമ്പോൾ പാകപ്പെടുത്തുന്നില്ലല്ലോ, മഞ്ഞുകാലം വരുമ്പോൾ പാകപ്പെടുത്തുന്നില്ലല്ലോ എന്നുള്ള രൂപത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ചൂട് വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഓരോ സീസൺ മാറുമ്പോഴും ഓരോ സീസൺ അനുഭവിക്കുമ്പോഴും നമ്മൾ ശരീരത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഇല കൊഴിയണതും ഓരോ പൂക്കള് ഓരോ സമയത്തേ ഉണ്ടാവുള്ളൂ, ഓരോ ചക്ക മാങ്ങ ഒക്കെ ഒരു സീസണിലേ ഉണ്ടാവുള്ളൂ, പട്ടികൾ ഇണചേരുന്നത് വേറൊരു സമയത്താണ്. സീസൺ അനുസരിച്ചാണ് നമ്മുടെ എല്ലാ സ്വഭാവവും സീസൺ അനുസരിച്ചാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഭൂലോകത്തുള്ള സകലമാന ജീവജാലങ്ങളുടെയും സ്വഭാവം സീസൺ അനുസരിച്ചാണ്. മനുഷ്യന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ സീസൺ അനുസരിച്ച് ഇലയ്ക്ക് കൊഴിയാമെങ്കിൽ, പൂക്കൾക്ക് പൂക്കാമെങ്കിൽ, പ്ലാവിന് ചക്കയാകാമെങ്കിൽ 32 ട്രില്യൺ ശതകോടിക്കണക്കിന് വരുന്ന നമ്മുടെ കോശങ്ങൾ ഇങ്ങനെ വെറുതെ അനങ്ങാണ്ടിരിക്കുന്നത് ഒന്നുമില്ല. അതിനും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ മാറ്റങ്ങള് എത്ര സൂര്യപ്രകാശം കിട്ടുന്നു, എത്ര വെള്ളവും വെളിച്ചവും കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഇല പൊഴിയണമാതിരിയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് അധികം നമ്മളെങ്ങനെ നമ്മളെന്താ പറയാ, നമ്മളത് അങ്ങോട്ട് ശല്യം ചെയ്യാറില്ല പലപ്പോഴും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ തലച്ചോറിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കിഡ്നിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ലിവറിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ഹോർമോണുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അത് ഒരുപാട് പ്രകടവുമാണ്. ഒരുപാട് പഠനങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളിത് ആലോചിക്കാൻ കാരണം എന്ന് വെച്ചാല് ഇരിക്കപ്പുറത്ത് ഇല്ലാഞ്ഞിട്ടാണ്. അത്രമേൽ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പേരിലാണ് ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാകുന്നത്. കാരണം വെച്ചാൽ ചൂട് നമ്മളെ ഭയങ്കര അസ്വസ്ഥരാക്കും. അത് ചൂട് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നതിനെ കുറിച്ചിട്ട് ഏറ്റവും നല്ല പഠനങ്ങൾ നടന്നിട്ടുള്ള എഞ്ചിനീയറിംഗിലും ആർക്കിടെക്റ്റിലും ഒക്കെയാണ്. അവരുടെ ബിൽഡിംഗ് ഒന്നും കൃത്യമായിട്ടല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കുടുംബകലഹം ഭയങ്കരമായിട്ട് ഉണ്ടാവും. അത് വാസ്തുവിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമൊന്നുമല്ല, ഈ പറയുന്ന നമ്മുടെ ഹീറ്റ് സ്ട്രെസ് എന്നാണ് അതിനെ വിളിക്കുക. ഹീറ്റ് സ്ട്രെസ് നമ്മുടെ മാനസികമായ നിലവാരത്തിലടക്കം ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ സീസൺ കൊണ്ട് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ശരീരത്തിനെ പാകപ്പെടുത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് ആയുർവേദത്തിലുണ്ട്. ആ പ്രക്രിയയുടെ പേരാണ് ഋതുചര്യ. ഋതുചര്യ എന്നാണ് അതിനെ വിളിക്കുക. അതിൽ വെച്ചിട്ട് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോ ഈ ചൂട് കാലത്ത് എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പൊ എന്റെ മുമ്പിൽ ഇപ്പൊ ഞാൻ 8 മണിക്ക് എന്റെ ബുക്കിംഗ് അവസാനിച്ച് മറ്റേ രോഗികളെ നോക്കി അവസാനിപ്പിച്ചുള്ളൂ. ഇന്ന് തന്നെ എത്ര ആളുകളാണ് ഒരു തത്വദീക്ഷയില്ലാതെ ജീവിച്ചതിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നിരിക്കണമെന്ന് അറിയും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ വെച്ച് ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ സഹിക്കുന്ന അവയവം കിഡ്നിയാണ്. ഏറ്റവും കൂടുതൽ സഹിക്കുന്ന അവയവം അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന അവയവം കിഡ്നിയാണ്. അതുകൊണ്ട് യാതൊരു തർക്കവും വേണ്ട, നമ്മളെല്ലാവരും കിഡ്നിയെ സംരക്ഷിക്കണം. അതില് ഡയാലിസിസ് ചെയ്യുന്ന ക്രിയാറ്റിനിൻ കൂടുതലുള്ള ആളുകൾ ഒഴികെ ഇപ്പൊ എന്റെ മുമ്പിലുള്ളതിൽ ബാക്കിയുള്ള എല്ലാവരും നിർബന്ധമായും ധാരാളം വെള്ളം കുടിക്കുക. ആ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ വെള്ളത്തെ കൂടി നമുക്കൊന്ന് പാകപ്പെടുത്തി കുടിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. വെള്ളത്തെ പാകപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചത്, ഏതായാലും വെള്ളം നമ്മുടെ വയറ്റിൽ പോവുകയാണ്. നമുക്ക് ഒരു ചെലവില്ലാതെ അല്ലെങ്കിൽ നിസ്സാരമായ ചെലവ് കൊണ്ട്
നമുക്ക് അതിൽ ഉൾപ്പെടുത്താവുന്ന കുറച്ച് ഔഷധപാനീയമാക്കി കൂടെ നമുക്ക് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ സമയത്ത് അല്ലെങ്കിൽ നാളെ മുതല് നിങ്ങൾ നിർബന്ധമായും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഇതുവരെ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ചിലർ കാണാം പതിമുഖ് ഉപയോഗിക്കുന്നത് കാണാം, ചിലർ കാണാം ചുക്കുവെള്ളം കുടിക്കുന്നത് കാണാം, ചിലർ കാണാം ജീരകവെള്ളം കുടിക്കുന്നത് കാണാം, ചിലർ കാണാം കരിങ്ങാലി ഉപയോഗിക്കുന്നത് കാണാം. ദയവ് ചെയ്ത് ചുക്കുവെള്ളം കുടിക്കുന്നവരൊക്കെ അത് നിർത്തുക, ജീരകം വെള്ളം കുടിക്കുന്നവർ നിർത്തുക. ഇപ്പൊ ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയ സാധനം ഒന്നുകിൽ മല്ലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പച്ചമരുന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നന്നാറിക്കിഴങ്ങ്. നന്നാറിക്കിഴങ്ങ് മേടിക്കാൻ കിട്ടും. നന്നാറിക്കിഴങ്ങ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ സർബത്തൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. അത് എന്താ പറയാ, നല്ലൊരു സ്മെല്ലായിട്ടുള്ള, കുട്ടികളായാലും എല്ലാവരും കുടിക്കാൻ വിമുഖത കാണിക്കാത്തൊരു സാധനമാണ് നന്നാറിക്കിഴങ്ങ്. മല്ലി ഏറ്റവും നല്ലത് തന്നെ. നന്നാറിക്കിഴങ്ങ് ആണ് ഏറ്റവും അത്യുത്തമം. ഈ രാമച്ചമൊക്കെ കുടിവെള്ളത്തിന് ഉപയോഗിക്കാൻ അത്ര, നേരിട്ട് തിളപ്പിക്കാനൊന്നും അത്ര നല്ലതല്ല. അതേസമയം നിങ്ങൾ കൂജ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കൂജയിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഡെയിലി മാറ്റാനായിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് രാമച്ചം ഇടുന്നത് നല്ലതാണ്. അതല്ലാതെ തിളപ്പിച്ച് കുടിക്കാൻ അത്ര നല്ലതല്ല. മല്ലിയാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ഈ നന്നാറി വെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെള്ളം കുടിക്ക് ഏറ്റവും പറ്റിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ വെള്ളം കുടിയുടെ സീസൺ ആയതിന്റെ പേരിൽ ആളുകൾ ചെയ്യുന്ന ഒരുപാട് അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളിലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, ചൂടുകാലത്ത് ഒരുപാട് സംഭാരം കുടിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് പുളിരസമുള്ളതൊന്നും ഇപ്പൊ കഴിക്കല്ലേ. സംഭാരം, ആ തണുത്ത സംഭാരം കുടിക്കുന്ന നേരത്ത് നമുക്ക് തണുപ്പാണ്. തൈര് നമുക്ക് കഴിക്കുന്ന നേരത്ത് തണുപ്പാണ്. സംഭാരം ഇപ്പൊ ഒക്കെ എല്ലാവരും നല്ലോണം ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് പുളിയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ഇപ്പൊ കഴിക്കല്ലേ. നാരങ്ങ വെള്ളം, സംഭാരം, തൈര്, ഇത്തരത്തിലുള്ള പുളിയുള്ള വസ്തുക്കൾ ഇപ്പൊ കഴിക്കുന്നത് വളരെ ഡാമേജിങ് ആണ്. നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം കൂട്ടും. ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൂടും, പ്രഷർ ഉള്ളവർക്ക് പ്രഷർ കൂടും, മറ്റേ ഹാർട്ട് അറ്റാക്കിന്റെ ഡിസ്പിരിൻ പോലെയുള്ള, ആസ്പിരിൻ പോലെയുള്ള രക്തം കട്ട പിടിക്കാതിരിക്കാൻ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് വയറടിച്ചിൽ ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പുളിയുള്ള, എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ച് സംഭാരം, തൈര് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. കുടിക്കാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ മല്ലിവെള്ളം, അതല്ലാന്നുണ്ടെങ്കിൽ രാമച്ചം ഇട്ട് വെച്ച വെള്ളം, അതുമല്ലാന്നുണ്ടെങ്കിൽ നന്നാറിക്കിഴങ്ങിട്ട് തിളപ്പിച്ച വെള്ളം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കാൻ നല്ലത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒഴിവാക്കേണ്ടുന്ന ഇപ്പോഴത്തെ ഈ ചൂടുകാലത്ത് ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ ഷുഗർ കൂടിയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്, അതുമാതിരി തന്നെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീട്ടില് വക്കാണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, തല്ലുപിടുത്തം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ ഒരു സീസണിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പൊ അതില് നിർബന്ധമായും ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ, ഞാൻ അതായത് കുടിവെള്ളത്തിന്റെ കാര്യമാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കരുതുക. ഈ സമയത്ത് കഴിക്കാൻ പറ്റിയതല്ല ഒരു കാരണവശാലും സാമ്പാർ. ഈ സമയത്ത് കഴിക്കാൻ പറ്റിയതല്ല ഒരു കാരണവശാലും സാമ്പാർ, രസം, അച്ചാറ്, ചമ്മന്തി എന്നിവ നിർബന്ധമായും ഒഴിവാക്കാൻ നോക്കുക ഈ സീസണിൽ. എന്ന് പറഞ്ഞതുപോലെ മീൻകറി സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് വാശിയുള്ളവർ അതിന്റെ മീൻ കറി എന്നുള്ള സാധനത്തിന്റെ ഫോം ഒന്ന് മാറ്റുക. ചുവന്ന നിറത്തിലുള്ള കറി തന്നെ വേണമെന്ന് വാശി പിടിക്കാതിരിക്കുക. മീൻ നിങ്ങൾ മുളകിടാതെ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമായിട്ട് നിങ്ങളൊന്ന് കുറച്ച് വറുത്ത് തിന്നാലും കുഴപ്പമില്ല. നമ്മുടെ സാധാരണ മുളക് കറി, അല്ലെങ്കിൽ മീൻ മുളകിട്ടത്, അല്ലെങ്കിൽ മുളക് അരച്ച കറി പരമാവധി ഒഴിവാക്കുക.
മാംസഭക്ഷണം പരമാവധി ഒഴിവാക്കുക ഈ സീസണില്. പക്ഷെ മാംസം ഇല്ലാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് മാത്രം ഇട്ടിട്ടുള്ള എരിവ് കുറഞ്ഞ മാംസക്കറികൾ ഉപയോഗിക്കാൻ നോക്കുക. പരമാവധി മാംസം ഒഴിവാക്കാൻ നോക്കുക. മത്സ്യം പിന്നെ നമുക്ക് പലർക്കും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ പേര് ഞാനിപ്പോ ഇവിടെയൊക്കെ പറയുന്നത് കുടംപുളിക്കും ബാക്കിയുള്ള പുളിക്കൊക്കെ ബദലായിട്ട് നിങ്ങൾ കുറച്ച് തക്കാളി ഇടുക, ഒരിച്ചിരി കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകിന്റെ ഒരു അല്പം മാത്രം കുരു കളഞ്ഞിട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾ പൊള്ളിച്ച് കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റോണം വറുത്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞ മരത്തിന് നമ്മൾ എരിപുളി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ കാളൻ, അല്ലെങ്കിൽ മോരുകറി, ഇത്തരത്തില് പുളിരസമുള്ള കറികളെല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അത് ഈ സീസണിൽ ഒരു കാരണവശാലും നല്ലതല്ല. നമ്മളിത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോഴത്തെ ചൂട് മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ അടുത്ത സീസണിലേക്ക് കടക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തത് വർഷക്കാലമാണ് വരാൻ പോകുന്നത്. ഈ വർഷക്കാലത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ ആരൊക്കെ രോഗിയാകണം എന്ന് തീരുമാനിക്കുന്നത് വേനൽക്കാലത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വേനൽക്കാലത്ത് ശരീരത്തെ ചൂടിനനുസരിച്ച് പാകപ്പെടുത്തി നിങ്ങൾ വെക്കുകയാണ് എങ്കിൽ വർഷക്കാലം നിങ്ങൾക്ക് വളരെ സുഗമമായി കൊണ്ടു നടക്കാൻ കഴിയും എന്നുള്ളത് കൂടി പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല ഇത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അരുൺ ഡോക്ടർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ചിലർ നെറ്റ്വർക്ക് പ്രോബ്ലം എഴുതി കാണിക്കുന്നു. കേൾക്കാനുണ്ട്. രേഷ്മ, അങ്ങയുടെ നെറ്റ്വർക്കിനാണ് പ്രോബ്ലം എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അടുത്തത് എക്സസൈസ് ചെയ്യുന്നവരുടെ പ്രത്യേകം. എക്സസൈസ് ഇല്ലാതെ ജീവിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എക്സസൈസ് ചെയ്യണം. പക്ഷെ ഇതുവരെ നിങ്ങൾ എത്ര നേരം എക്സസൈസ് ചെയ്തിരുന്നുവോ അതിന്റെ നേർപകുതി, അരമണിക്കൂർ ജിമ്മിൽ പോയിരുന്നവരാണെങ്കിൽ ആ അരമണിക്കൂർ ഒരു ഡമ്പല് നിങ്ങൾ ഒരു 15 തവണ എടുത്തിരുന്നുണ്ടെങ്കിൽ അതൊരു 5 തവണയ്ക്ക് ആക്കുക. നിങ്ങൾ 5 കിലോമീറ്റർ ഒരു ദിവസം നടന്നിരുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ആ 5 കിലോമീറ്റർ നടക്കണമെങ്കിൽ സ്പീഡ് മുമ്പത്തേക്കാൾ നേർപകുതിയാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 2.5 കിലോമീറ്റർ നടക്കുക. പരമാവധി നിങ്ങളുടെ വ്യായാമം രാവിലെ മാത്രമാക്കുക, വൈകുന്നേരത്ത് ചെയ്യുന്നത് ഒഴിവാക്കുക. വ്യായാമം രാവിലേക്കാക്കുക. വൈകുന്നേരമുള്ള വ്യായാമം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. രാവിലെ ഒരു 7 മണിക്ക് മുന്നായി നമ്മുടെ വ്യായാമം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ദിനചര്യ ക്രമപ്പെടുത്തുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം പറ്റും. പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ പ്രത്യേകത ഞാൻ പറയുകയാണ്, പെട്ടെന്ന് തന്നെയായിരിക്കും അവരുടെ ക്ഷീണം ഉണ്ടാവുക. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തില് തീവ്രമായ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒക്കെ വ്യായാമം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. ഇനി മദ്യപാനം ഒരു കാരണവശാലും നല്ലതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് ചൂടുകാലത്ത് ഒട്ടും നല്ലതല്ല. ഡബിൾ ഇമ്പാക്റ്റ് ആണ്, ഡബിൾ പ്രശ്നമാണ് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. പൊതുവില് ഒരുപാട് ജനങ്ങള് അവരുടെ ഇഷ്ടപ്രകാരം ആസവാരിഷ്ടങ്ങളൊക്കെ ജീരകാരിഷ്ടം, ദശമൂലാരിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയുള്ള ആളുകളാണ് മലയാളികൾ. അതില് ഈ പറയുന്ന അരിഷ്ടങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് നിർത്തുക. ഇനി അടുത്തൊരു മഴ പെയ്യുന്നത് വരെ അത് നിർത്തുക. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഒന്നുകൂടി നിങ്ങളൊന്ന് ആ ഡോക്ടറെ പോയി ഒന്ന് കണ്ടിട്ട്, സാറേ ഈ മരുന്നുകൾ തന്നെ ഞാൻ കഴിച്ചു കൊള്ളട്ടെ എന്ന് ചോദിക്കുക. കാരണം നിങ്ങളോട് ചിലപ്പോൾ 21 ദിവസമോ 1 മാസമോ കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്കാണെങ്കിൽ മരുന്ന് കഴിച്ച് ആശ്വാസമായിട്ടുണ്ടാവും. എന്ന ആശ്വാസമാണല്ലോ, ഞാൻ ഈ മരുന്നുകൾ തന്നെ കഴിച്ച് മുന്നോട്ട് പൊക്കോട്ടെ എന്ന് നിങ്ങൾ കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആയുർവേദ ഡോക്ടർ, ഏത് ഡോക്ടറാണോ നിങ്ങൾക്ക് മരുന്ന് തന്നിട്ടുള്ളത്, ആ ഡോക്ടറുടെ അടുത്തേക്ക്
നിങ്ങൾ ഒന്നുകൂടി ചെല്ലുക, എന്നിട്ട് ഡോക്ടറോട് പറയുക, ഡോക്ടറെ ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഇന്നതാണ്, അത് തന്നെ തുടർന്ന് പോയാൽ മതിയോ ഇല്ലയോ എന്ന് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ട സമയമാണിത്. യാതൊരു തർക്കവും വേണ്ട. കാരണം വെച്ചാൽ പല മരുന്നുകളും ഡോക്ടർമാർക്ക് മാറ്റേണ്ടുന്ന സമയമാണിത്. ഉദാഹരണം, ചില കഷായങ്ങളുണ്ട്. ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞ ഗുഗ്ഗുരു തിക്തകം എന്ന് പറഞ്ഞിട്ടൊരു കഷായമുണ്ട്. ആ കഷായം ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായും അത് എഴുതി തന്ന ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ വീണ്ടും ചെല്ലുക. എന്നിട്ട് ഡോക്ടറെ ഞാനിപ്പോ ഇത് കഴിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ അത് വീണ്ടും തുടർന്ന് കഴിക്കാവൂ. ശരീരത്തിൽ ചൊറിഞ്ഞ് അടിച്ച് പൊന്താനുള്ള ചാൻസ് ഈ സീസണിൽ കൂടുതലുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ദിവസവും കുളിക്കുന്ന ആളുകളാണ്. മലയാളികളുടെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് കാരണന്മാര് ഇപ്പൊ തൈലം തേച്ച് കുളിക്കുന്ന ശീലമുള്ള ഒരുപാട് ആളുകൾ എന്റെ മുമ്പിൽ ഉണ്ടാകും. അതില് എല്ലാവർക്കും അറിയാം തൈലം തേച്ച് കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, തൈലം തേച്ച് കുളിക്കുമ്പോ ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. അപ്പോ ഇപ്പൊ ഈ ചൂട് കാലത്ത് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കണോ അതോ തൈലം തേപ്പ് ഒഴിവാക്കണം? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എന്നും രോഗികൾ വന്നിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അറിവിലേക്കായി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൈലം, സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൈലം ഈ സീസണിൽ ഒരുപക്ഷെ മാറ്റേണ്ടതായിട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ കൊട്ടൻ ചുക്കാതി സ്ഥിരമായിട്ട് തേച്ച് കുളിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം എന്റെ മുമ്പിൽ. അങ്ങനെയാണെങ്കിൽ അത് എഴുതി തന്ന ഡോക്ടറിന്റെ അടുത്ത് ഒന്ന് ചോദിക്കുക, കൊട്ടൻ ചുക്കാതി തന്നെ മതിയോ? പലപ്പോഴും ചിലപ്പോൾ കൊട്ടൻ ചുക്കാതി മാറ്റേണ്ടതായിട്ട് വരാറുണ്ട്. പകരം പിണ്ണതൈലം ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. മഹാനാരായണ തൈലം ഈ സീസണിൽ മാറ്റേണ്ടതായിട്ട് വരാറുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടർ തീരുമാനിക്കും. അപ്പൊ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങിയിട്ടുള്ള തൈലമാണ് എങ്കിൽ ആ ഡോക്ടറുടെ അടുത്ത് നിർബന്ധമായിട്ടും ചോദിക്കുക. അതല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊട്ടൻ ചുക്കാതി തേച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരെല്ലാവരും ഇപ്പൊ ഈ സീസണിൽ നിർത്തുക. അവരെല്ലാവരും ഈ സീസണിൽ നിർത്തിയിട്ട് അവരുടെ കണ്ടീഷൻ അനുസൃതമായ മറ്റൊരു തൈലം നിങ്ങളുടെ തൊട്ടടുത്ത ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കണ്ട് നിങ്ങൾ എഴുതി മേടിക്കുക. കൊട്ടൻ ചുക്കാതി നോർമലായിട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു സീസണിൽ നല്ലതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞതുപോലെ ഏതൊക്കെ മരുന്നുകൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പൊ ആയുർവേദ മരുന്നുകളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആ മരുന്നുകളെല്ലാം തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത ഡോക്ടറെ അടുത്ത് ചെന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി തന്ന ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ആ മരുന്ന് തന്നെയാണോ കഴിക്കേണ്ടതെന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ചൂടുവെള്ളത്തിൽ കുളി ഈ ഒരു സീസണിൽ യാതൊരു നിർബന്ധവുമില്ല. കാരണം വെള്ളം ഓൾറെഡി ചൂട് തന്നെയാണ്. ഇനി ചൂടാക്കുക മാത്രമേ കുളിക്കൂ എന്നുണ്ടെങ്കിൽ അവർ 37 ഡിഗ്രിയോ 38 ഡിഗ്രിയോ കൂടുതൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. അതായത് ശരീരത്തിന്റെ ചൂട് മാത്രമേ അതിനാവശ്യമുള്ളൂ. പരമാവധി അന്തരീക്ഷത്തിലെ ചൂട് ഈ വെള്ളത്തിന് കിട്ടുന്നുണ്ടാകും. അത് തന്നെ ധാരാളം മതി. അന്തരീക്ഷത്തിൽ വെച്ചുള്ള ആ ചൂടിന്റെ അത്രയ്ക്ക്, അതായത് 37 ഡിഗ്രി 38 ഡിഗ്രിയിൽ മാത്രമേ നമുക്കിപ്പോ വെള്ളത്തിന്റെ ചൂട് ആവശ്യമുള്ളൂ എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. അല്ലാതെ വലിയ തിളച്ച വെള്ളത്തിൽ ഇപ്പൊ കുളിക്കുന്നത്, അല്ലെങ്കിൽ ആ തിളപ്പിച്ച ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള, തിളച്ച അല്ലെങ്കിൽ കൂടിയും ഒരു 40 ഡിഗ്രിയുടെ മുകളിലൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തൈലം തേച്ചിട്ട്. അവരതൊക്കെ ഒന്ന് ടെമ്പറേച്ചർ താത്തുക. ചൂടുവെള്ളത്തിൽ കുളി അത്രയ്ക്കും നിർബന്ധമല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. സ്ഥിരമായി നെല്ലിക്ക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള്, ആളുകളുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, നെല്ലിക്ക സ്ഥിരമായി കഴിക്കേണ്ടുന്ന ഒരു വസ്തുവല്ല. അതിന് ഇടയ്ക്കിട്ട് അവധി കൊടുക്കണം. അല്ലെങ്കിൽ നെല്ലിക്കയ്ക്ക് ഓപ്പോസിറ്റ് ഗുണങ്ങളുള്ള ചില സാധനങ്ങൾ കൂടി ഇടയ്ക്ക് കഴിച്ചുകൊണ്ട് മാത്രമേ നെല്ലിക്ക കഴിക്കാൻ പാടുള്ളൂ. നെല്ലിക്ക ചേർന്ന സാധനങ്ങൾ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നെല്ലിക്ക ത്രിഫല കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം നെല്ലിക്ക മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവര് പ്രത്യേകിച്ച് ഈ സീസണിലൊന്ന് നിർത്തിവെക്കുക. അത് കഴിക്കേണ്ട രീതി വ്യത്യാസമുണ്ട്. നെല്ലിക്ക ജ്യൂസ് ആയിട്ടല്ല. ഉണക്ക നെല്ലിക്ക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട്, തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കുടിക്കാം. എന്നിരുന്നാൽ കൂടി നെല്ലിക്ക സ്ഥിരമായി ഈ സീസണിൽ 2 മാസം ഒഴിവാക്കുന്നത് നല്ലതാണ്. സ്ഥിരമായി കഴിക്കുന്നത് അത് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ആയിട്ട് നിജപ്പെടുത്തുക. അതിനിടയിൽ സ്ഥിരമായി നെല്ലിക്ക കഴിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുറച്ച് കുമ്പളങ്ങ ജ്യൂസ് ഇപ്പൊ അതിന്റെ ഇടയിൽ കഴിച്ചുകൊണ്ടിരിക്കുക. കുമ്പളങ്ങ ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പറയാനുള്ളത് പഞ്ചസാരയുടെ ഉപയോഗം. ഷുഗർ ഇല്ലാത്ത ആളുകള് പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
ഈ സീസണിൽ നന്നായിട്ട് ഉപയോഗിച്ചുകൊള്ളുക. പരമാവധി പഞ്ചസാര, ഓർഗാനിക് ഷുഗർ, ബ്രൗൺ ഷുഗർ ആണ് ഏറ്റവും നല്ലത്, വൈറ്റ് ഷുഗർ അത്ര നല്ലതല്ല. അപ്പോ പഞ്ചസാരയുടെ ഉപയോഗം കൂടുതൽ ഉപയോഗിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിപ്പോ ഉപയോഗിക്കാവുന്ന ഒരു സീസൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു പുളി ഒഴിവാക്കുക, ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, സിട്രസ് ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക. നാരങ്ങ പോലെയുള്ള, ഓറഞ്ച് പോലെയുള്ള, പൈനാപ്പിൾ പോലെയുള്ള അമ്ലരസത്തിലുള്ള, അതായത് പുളിയുള്ള മുന്തിരിങ്ങ, അങ്ങനെയുള്ള പുളിയുള്ള ആഹാരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒഴിവാക്കുക. പകരം നിങ്ങൾക്ക് പുളിയുള്ള പഴങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചിക്കു ധാരാളം ഉപയോഗിക്കാം, തണ്ണിമത്തൻ ധാരാളം ഉപയോഗിക്കാം, പൊട്ടുവെള്ളരി ധാരാളം ഉപയോഗിക്കാം, അനാറ് ധാരാളം ഉപയോഗിക്കാം, പഴം ധാരാളം ഉപയോഗിക്കാം. ഇങ്ങനെ പുളിയില്ലാത്ത ഒട്ടനവധി ഫ്രൂട്ട്സുകളുണ്ട്. അത് പരമാവധി ഉപയോഗത്തിലെടുക്കുക. പുളിയുള്ള പ്ലം പോലെയുള്ള, കിവി പോലെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോഴത്തെ ഈ സീസണിൽ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലായി, ആരും തന്നെ അത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പൊ എല്ലാവർക്കും നാരങ്ങ വെള്ളം കുടിക്കാൻ കൊതി തോന്നുന്നുണ്ടെങ്കിൽ നാരങ്ങ വെള്ളം മാറ്റി അത് വല്ല തണ്ണിമത്തൻ ജ്യൂസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മധുരമുള്ള ജ്യൂസുകളിലേക്ക് കൺവേർട്ട് ചെയ്യുക. നാരങ്ങ വെള്ളമല്ല ഈ സീസണിൽ നല്ലത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഷുഗർ രോഗികളുടെ, പ്രഷർ രോഗികളുടെ, കൊളസ്ട്രോൾ രോഗികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഷുഗർ പേഷ്യൻസ് ഇതുവരെ ഷുഗർ ചെക്ക് ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ ഈ സീസണിൽ നിർബന്ധമായും ഷുഗർ ചെക്ക് ചെയ്യണം. നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ വീണ്ടും ഒന്ന് കൊണ്ടുപോയി കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹൈ ലെവൽ ഓഫ് ഫ്ലക്ച്വേഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു സമയമാണിത്. ഒന്നുകിൽ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആവുക എന്നുള്ളതാണ് സാധാരണ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുക. ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. എല്ലാവരും നാളെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ നന്നായിട്ടൊന്ന് ഷുഗറൊക്കെ ഒന്ന് കുറച്ച്, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ചിട്ട് ഞാൻ പോകാം എന്ന് പറയുന്നൊരു ശീലമാണ് സാധാരണ കാണാറ്. കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഒരു 3-4 ദിവസം ഭയങ്കര മാന്യന്മാരായിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട്. ശുദ്ധാബദ്ധമാണ്, അങ്ങനെയല്ല കാണേണ്ടത്. നിങ്ങൾ എന്താണോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ. ചില ആളുകൾ കാണാം ഒരു 4-5 ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഭയങ്കരമായിട്ടുള്ള കൺട്രോളൊക്കെ നടത്തി ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നു. ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു 110 നിൽക്കുന്നു, വരുന്നു, ഡോക്ടർ എടുത്ത് പറയുന്നു, സാറേ ഞാൻ എന്താ വേണ്ടത്? നമ്മളൊക്കെ പറയാറുള്ള ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യാനാ പറയുക. അപ്പൊ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 4-5 ദിവസമായിട്ട് ഷുഗർ ഇല്ല, എരിവും കൂടി ഇല്ല, മറ്റേ പായസം കൂടി ഇല്ല, ഇതില്ല, ഇങ്ങനെ തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്താൽ മതി. പക്ഷെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് പേഷ്യൻസ് കാണിക്കുന്ന ഒരു കാര്യം വെച്ചാൽ എന്റെ ഷുഗർ നോർമൽ ആണല്ലോ, അന്നപ്പോ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പോകലാണ് പതിവ്. അത് ചെയ്യരുത്. ഇപ്പൊ ഷുഗർ ടെസ്റ്റ് ചെയ്യുക. ഒന്നുകിൽ നല്ല പീക്കിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളെ കാണിച്ച ഡോക്ടറെ അടുത്ത് ചെന്ന് റിപ്പോർട്ട് ചെയ്യണം. ഷുഗറുമായി ബന്ധപ്പെട്ട തകരാറുകൾ ഈ സീസണിൽ ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പേര് പറയുകയാണ്. നിർബന്ധമായും ഡോക്ടറെ അടുത്ത് ചെല്ലുക. ഇത്രയാണ് ഇപ്പോൾ എന്റെ ഷുഗർ, സാമാന്യമായിട്ട് ഉണ്ടായിരുന്ന ഷുഗറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇന്നതാണ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഡോക്ടറെ അടുത്ത് പോവുക. ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇപ്പൊ ചെയ്യുക. പ്രഷറിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ എല്ലാവരും ഈ ഉപ്പിട്ട് നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ സംഭാരം, ഈ തൈര്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലോണം ഉപ്പിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ട്. പ്രഷർ കൂടാനുള്ള ചാൻസ് 20% നല്ലോണം ഉണ്ട്. മാത്രമല്ല പ്രഷർ കൂടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഉപ്പിട്ടുള്ള ഭക്ഷണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണ രീതികളും പ്രഷർ കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഹൃദയ സംബന്ധമായ തകരാറ്, തലച്ചോറ് സംബന്ധമായ തകരാറ്, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ തകരാറാണ് പ്രഷർ കൊണ്ട് ഉണ്ടാവുന്നത്. മറ്റത് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പ്രഷർ നോക്കുമ്പോൾ കൂടുതലുണ്ട്, കണ്ടു, അത്രയ്ക്കേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കിഡ്നിയെ, തലച്ചോറിനെ, ഹൃദയ
ഭയങ്കരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രഷറിന്റെ പ്രശ്നം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ടുള്ള നാരങ്ങ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, നാരങ്ങ വെള്ളങ്ങൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ ദയവ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ഒരല്പം പോലും വേണ്ട പ്രഷർ രോഗികൾക്ക് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ബദലായി പ്രഷർ രോഗികൾ നിങ്ങളുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിൽ സ്ഥിരമായി കാണുന്ന ഒരു സാധനമാണ് തഴുതാമ. തഴുതാമ ഇപ്പൊ നിങ്ങൾക്ക് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. പ്രഷർ രോഗികൾ തഴുതാമ പൊരിയലായിട്ട് തിന്നാൻ ഇപ്പൊ ഈ സീസൺ അത്ര ഫേവറബിൾ അല്ല. മീൻസ് നമുക്ക് ഇലകൾ കിട്ടാനുണ്ടാവില്ല. പക്ഷെ ഒന്നും പറ്റിയില്ലെങ്കിൽ ഉണങ്ങിയ തഴുതാമ നിങ്ങൾക്ക് മരുന്ന് പെട്ടിക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, മരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് തിളപ്പിച്ച് അതിന്റെ വെള്ളം കുടിക്കുക പ്രഷർ രോഗികൾ നിർബന്ധമായിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ വീടിന്റെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ ഈ അടുത്ത സീസണിലേക്കെങ്കിലും നിങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടുന്ന ഒരു ഔഷധ ചെടിയുടെ പേരാണ് കൊടവൻ അല്ലെങ്കിൽ കൊടങ്ങൽ, അതുമല്ലെങ്കിൽ മുത്തിൾ എന്ന് പറയുന്ന സാധനം. നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ടാവും. കൊടവൻ, കൊടങ്ങൽ അല്ലെങ്കിൽ മുത്തിൾ എന്ന് പറയുന്ന ഒരു ചെടി ധാരാളം ഉണ്ടാകും. അടുത്ത സീസൺ വരുമ്പോഴേക്കെങ്കിലും അത് വെച്ച് പിടിപ്പിക്കുക. ഒരു അല്പം വെള്ളം നനച്ചു കൊടുത്ത് ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. എല്ലാ ചൂട് സീസണിലും പ്രത്യേകിച്ച് ഈ ഒരു ചെടിയുടെ ഇലയെ ഉപയോഗിക്കുക. ഞാൻ ഈ പറയുന്നത് ഹൃദ്രോഗം, പ്രഷർ ഉള്ളവർ, കിഡ്നി രോഗമുള്ളവർ, ലിവർ രോഗമുള്ളവർ, അങ്ങനെ മേജർ അവയവങ്ങൾക്ക് തകരാറുള്ള ആളുകൾ ചൂട് സീസണിൽ പ്രത്യേകിച്ചും ഈ ഒരു ഔഷധത്തെ ധാരാളമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് ഒരു 5-8 ഇല എടുത്ത് അരച്ച് ഉരുട്ടി വിഴുങ്ങാം. അതല്ലെന്നുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിപ്പിച്ച് വെച്ചിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി കുടിക്കുക എന്ന് പറയുന്ന ഒരു ചൂട് കാലത്ത് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അതുപോലെ തന്നെ തുടരണം. അവർ ഡോക്ടറുടെ അടുത്ത് പോയി കൃത്യമായിട്ട് സാധനം ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ ചെയ്യണം. പക്ഷെ ഇത് പറയാതെ പോകാൻ നിവൃത്തിയില്ല എന്നുള്ളതിന്റെ പേരിൽ പറഞ്ഞതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം നമ്മൾ ഒരുപാട് ആളുകള് ഇംഗ്ലീഷ് മരുന്നുകൾ, നിങ്ങൾക്കിപ്പോൾ ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഇതിന്റെ ടെക്സ്റ്റ് ബോക്സിൽ ഇപ്പൊ ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കഫക്കെട്ടുള്ളവരുടെ ഭക്ഷണക്രമം പറഞ്ഞു തരാമോ, ഏത് വെള്ളം യൂസ് ചെയ്യണമെന്നും. ഞാൻ ഉത്തരം പറഞ്ഞു തരാം. അതുമാതിരി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇതിനുള്ളിൽ സൂമിനുള്ളിൽ ചോദിച്ച് ഇട്ടുകൊണ്ടിരിക്കുക. അതിന് ഞാൻ ആൻസർ തരുന്നതായിരിക്കും. ഇനി നമ്മൾ വിവിധ തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ്. അലോപ്പതി മരുന്നുകൾ ഉണ്ടാവാം, ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവാം, ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം. ബേസിക്കലി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മരുന്നുകളെല്ലാം തന്നെ 2 അവയവങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് അതിനെ ശരീരത്തിൽ നിന്ന് അതിന്റെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് കളയുന്നത്. ഒന്ന് ലിവർ സംബന്ധമായി, ലിവറിലാണ്, 2 കിഡ്നിയുമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചൂട് സീസണിൽ നമ്മുടെ തലച്ചോറിലുള്ള ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിൽ വ്യത്യാസങ്ങളുണ്ട്, ലിവറിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ട്, കിഡ്നിയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ട്, കണ്ണ്, മൂക്ക്, എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ മരുന്നുകൾ, ഏത് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ കിഡ്നിയും ലിവറുമാണ് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 2 ഓർഗൻ എന്നുള്ള നിലയ്ക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള സാധിച്ച 1.5 ലിറ്റർ ഏറ്റവും ചുരുങ്ങിയ വെള്ളമാണ്. ഞാൻ ഈ പറയുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളവർ, വയറ്റിൽ നീരുള്ളവരും, വയറ്റിൽ നീര് എന്ന് പറഞ്ഞാൽ വയറ് വന്ന് നീർക്കെട്ട് വന്ന് വീർത്തുള്ള അസൈറ്റിസ് എന്ന് പറയുന്നുള്ള രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കിഡ്നി സംബന്ധമായ ക്രിയാറ്റിൻ കൂടുതലുള്ള അസുഖമുള്ളവരും, കാലുമ്പ നീര് അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളവർക്കും ബാധകമല്ല. മറിച്ചുള്ള എല്ലാവരും മിനിമം 1.5 ലിറ്റർ വെള്ളം ഇതിനു വേണ്ടി കുടിച്ചിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി വിശപ്പ് പൊതുവിൽ ചൂടുകാലത്ത് ഒരല്പം കുറവായിരിക്കലാണ് പതിവ്. നമ്മുടെ തണുപ്പ് കാലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചൂടുകാലത്ത് ഒരല്പം കുറവായിരിക്കാനാണ് പതിവ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഒരുപാട് ആളുകൾക്ക്
അതല്ലാതെയും ഉള്ള രീതികളിൽ കാണാറുണ്ട്. അപ്പോ ഈ വിശപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ചുക്കുവെള്ളം ഉപയോഗിക്കരുത്. വിശപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുക്ക് ഉപയോഗിക്കുന്ന സ്ഥിരം ആളുകൾ ഉണ്ട് എങ്കിൽ അവരത് മാറ്റി ഒരല്പം ഇഞ്ചി നീര്, അതായത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി നീര് രാവിലെ നിങ്ങൾ കഴിച്ചോളൂ. ചുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അപ്പൊ ഇഞ്ചിയും ചുക്കും ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല. ഒരു സാധനം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടിയും രണ്ടിനും 2 തരത്തിലുള്ള ഗുണങ്ങളാണ്. അതുകൊണ്ട് ഇഞ്ചി നീര് നിങ്ങൾ 1/2 ടീസ്പൂൺ കഴിച്ചാലും ശരി, ചുക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു മെഡിക്കേറ്റഡ് ഡ്രിങ്ക് തന്നെ എപ്പോഴും ഉപയോഗിക്കണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നന്നാറിക്കിഴങ്ങ് തുടങ്ങിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ അതിനെല്ലാത്തിനും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു മരുന്ന്. നിങ്ങൾക്ക് ആയുർവേദ മരുന്ന് കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാറ്റഗുളിക പോലൊരു സാധനം കിട്ടും. അതിന്റെ പേര് തേറ്റാമ്പരൽ എന്നാണ്. തേറ്റാമ്പരൽ നിങ്ങൾ കുടിച്ചുകൊണ്ട് ഇത് കഴുകിയെടുത്തിട്ട്, വേറെ ഒന്നും വേണ്ട, ഇതൊന്നും കഴുകിയെടുത്തിട്ട് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ പാത്രത്തിൽ വെറുതെ ഇട്ട് കൊടുത്താൽ, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ, ഇപ്പൊ ഒരു ജഗ്ഗിലാണ് നമ്മൾ വെള്ളം കുടിക്കാറ്, അതിലിട്ടോ. ഫ്ലാസ്കിലാണ് വെള്ളം കുടിക്കാറ്, അതിലിട്ടോളൂ. ഒരു 3-4 കായ എടുത്തിട്ടുള്ളൂ ഡെയിലി. അതല്ല വെള്ളം തിളപ്പിക്കുന്നതിലിട്ടോ. ഇത് ഉടഞ്ഞും ഇതൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഈ സാധനം ഭയങ്കര കല്ല് പോലിരിക്കുന്ന ഒരു കായയാണ്. അത് വളരെ നമ്മുടെ ശരീരത്തിൽ രക്തശുദ്ധി ഉണ്ടാക്കുകയും നമ്മുടെ ഈ പറയുന്ന വിഷാംശങ്ങളെ കളയുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണോ നിർബന്ധമായും ഒരു 4-5 തേറ്റാമ്പരൽ അത് നിർബന്ധമായും ഇട്ടുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാനിപ്പോ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച പരമാവധി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ പൊതുവിൽ ചൂടുകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായ കുട ചൂടുക, ഉച്ചയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക, ഉച്ചയ്ക്ക് ധാരാളം വർക്ക് ചെയ്യാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങിയുള്ള സാധനങ്ങളൊന്നും തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായി ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്ഥിരമായിട്ട് സൺക്രീം ഉപയോഗിക്കുന്നവരുണ്ട് ഒരുപാട്. ഓഫ് കോഴ്സ് സൺക്രീം അത്ര വലിയ ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ കൂടിയും സൺക്രീം നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. സൺക്രീം ഉപയോഗിച്ചോളൂ. ഏതെങ്കിലും കാരണവശാൽ ശരീരത്തിൽ മുഖത്തൊക്കെ കുരുക്കളുള്ള ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് അവർ പരമാവധി സൺക്രീം ഉപയോഗിക്കാതിരിക്കുക ബെറ്റർ. നമ്മൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ നിർബന്ധമായിട്ടും മുഖത്ത് നല്ലോണം വെളിച്ചെണ്ണ തേക്കുക, ശുദ്ധമായ വെളിച്ചെണ്ണ തേക്കുക. എന്നിട്ട് വീട്ടിലിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴുകി കളയാണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഫേസ് വാഷ് ഇട്ട് കഴുകിക്കോളൂ, കുഴപ്പമില്ല. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സൺക്രീം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്നത്. അവരുടെ മുഖക്കുരു കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ട് കേസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അത് സൺക്രീം ഉപയോഗിക്കുമ്പോൾ മുഖക്കുരു ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, മുഖക്കുരു ഉള്ളവരുണ്ടെങ്കിൽ അത് പരമാവധി ഉപയോഗിക്കുന്നത് നിർത്തുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാനതിൽ പറയാനുള്ളത്. ഞാൻ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട്, സർ, കഫക്കെട്ടുള്ളവരുടെ ഭക്ഷണക്രമം പറഞ്ഞു തരാമോ? ഏത് വെള്ളം യൂസ് ചെയ്യണം? വളരെ നല്ല ചോദ്യമാണ്. കഫക്കെട്ടും പനിയും ചുമയും കഫക്കെട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവര് ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ചോക്ലേറ്റ്, മിഠായി, ബിസ്ക്കറ്റ്, ഐസ്ക്രീം, വറവ് സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, തൈര് എന്ന് പറയുന്ന പോലെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം, ഇത്രയും സാധനങ്ങൾ ഒഴിവാക്കണം, ബദ്ധമായിട്ട് ഒഴിവാക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോ ആളുകളുണ്ട് മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ ബിയർ കുടിക്കുന്നവരുണ്ട് തണുപ്പിന് വേണ്ടിയിട്ട്. അതൊക്കെ തെറ്റാണ്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കഫക്കെട്ടിനെ കൂട്ടുള്ളൂ. ബിയറൊന്നും ഒരു കാരണവശാലും തണുപ്പിനെ കുറയ്ക്കുന്ന സാധനങ്ങളല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. എന്നിട്ട് അവർക്ക് ഏത് വെള്ളം യൂസ് ചെയ്യണം എന്നുള്ളതാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നോക്കുക, ഈ കഫക്കെട്ടും പനിയുള്ളവർക്കുള്ള ഏറ്റവും നല്ല വെള്ളം ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ചുക്കല്ല, ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ ഈ മറ്റേ ശാരിബ, അതായത് നമ്മുടെ നറുതണ്ടിക്കിഴങ്ങ് ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമൊക്കെ ആക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ രാമച്ച പരമാവധി കഫക്കെട്ടുള്ളവർ ഒഴിവാക്കുക, ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കുക, ഒരു ദിവസം കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. ഇത്തരത്തിലേക്ക് നിങ്ങൾ വെള്ളം കൂടി പരിഷ്കരിക്കണം കഫക്കെട്ടുള്ള ആള്. യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് എന്തൊക്കെ ചെയ്യണം ഈ സമയത്ത്? ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ വരിക. യൂറിനറി ഇൻഫെക്ഷൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ആളുകൾക്കൊരു ധാരണയുണ്ട് യൂറിനിൽ ചുട്ടുതീറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് യൂറിൻ ഇൻഫെക്ഷൻ. എപ്പോഴെപ്പോഴും മൂത്രമൊഴിക്കാൻ പോകുന്നതിന്റെ പേരിൽ അതാണ് യൂറിൻ ഇൻഫെക്ഷൻ. അതാകാം, യാതൊരു തർക്കമൊന്നുമില്ല, അത് തന്നെയായിരിക്കാം, യൂറിൻ ഇൻഫെക്ഷൻ തന്നെയായിരിക്കാം. പക്ഷെ അത് യൂറിൻ ഇൻഫെക്ഷൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഈ മൂത്രം പരിശോധിക്കണം, ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ മൂത്രം പരിശോധിച്ചിട്ട് അത് യൂറിൻ ഇൻഫെക്ഷൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. പലർക്കും അത് യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും ആവാറില്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്കൊക്കെ ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമ്പർ 1 എരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം. പക്ഷെ പെട്ടെന്ന് വളിക്കും. അതുകൊണ്ട് കാലത്തൊട്ട് ഉച്ച വരെ എരിഞ്ഞിലിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് പിന്നീടുള്ള സമയം വേറൊരു സാധനം ആക്കാനാണ് നല്ലത്. അല്ലെങ്കിൽ വളിച്ച എരിഞ്ഞിൽ വെള്ളം കുടിച്ചിട്ട് വയറ് കേടായിട്ട് വരരുത്. അപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെ എരിഞ്ഞിൽ വെള്ളം തിളപ്പിക്കുക. ഉച്ചയ്ക്ക് ശേഷം നേരത്തെ പറഞ്ഞ നമ്മുടെ തഴുതാമയാണ് ഏറ്റവും ബെസ്റ്റ്, ബാർലി അല്ല. എരിഞ്ഞിൽ തഴുതാമ മാറി 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 ഉപയോഗിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് മടുക്കുമ്പോൾ നേരെ നമ്മുടെ മറ്റേ നറുനെണ്ടിക്കിഴങ്ങ് വീണ്ടും ഉപയോഗത്തിൽ കൊണ്ടുവരിക. ഇവർ ആരും തന്നെ, യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ ആരും തന്നെ ദയവ് ചെയ്ത് ചുക്ക് വെള്ളം കുടിക്കരുത്, ഇഞ്ചി വെള്ളം കുടിക്കണ്ട, മറിച്ച് ഇത്രയും സാധനങ്ങളും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മറ്റേ മല്ലിവെള്ളം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത് മനസ്സിൽ വെക്കുക. യൂറിൻ ഇൻഫെക്ഷൻ, എന്നിട്ട് ഡോക്ടറെ അടുത്ത് കാണുക, മരുന്ന് കഴിക്കുക. ഏതു കാലാവസ്ഥയാണെങ്കിലും നന്നായി വിയർക്കുന്ന ഒരു ശരീരപ്രകൃതമാണ് എനിക്ക്. നിൽക്കുന്ന സ്ഥലത്തെല്ലാം കാലിൽ നിന്ന് വിയർപ്പാവും, അതുപോലെ കയ്യിൽ നിന്ന് വിയർത്തൊഴുകും. ഇതൊരു അസുഖമാണോ? ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കേട്ടിടത്തോളം. അത് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ്. ചികിത്സിച്ചാൽ മാറാനും നല്ല പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് അത് മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെ കർച്ചീഫ് ഉപയോഗിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാനായിട്ട് ഇന്ന് നമുക്കുള്ളൂ. അതിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നുമില്ല. അത് ഈ ഒരു ചൂടുകാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഒരു നിഗമനം നടത്തുന്നതാണ്, അതാണെന്ന് കരുതുന്നു. അസിഡിറ്റി ഉള്ളവർ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ സമയത്ത് നോക്കുക. അസിഡിറ്റി ഉള്ളവർ എന്ന് പറയുമ്പോൾ ഈ അസിഡിറ്റിയുടെ ലക്ഷണം പലർക്കും പലതാണ്. ചിലർക്ക് വയറ്റിൽ പോകാത്തത് അസിഡിറ്റിയാണ്, അത് അസിഡിറ്റി അല്ല. ചിലർക്ക് തലവേദന ഉണ്ടാകുന്ന അസിഡിറ്റിയാണ്, അത് അസിഡിറ്റി അല്ല. ഈ പുളിച്ച് തേട്ടി മുകളിലേക്ക് വരുന്നത് അസിഡിറ്റിയാണ്. ഈ ഭാഗത്ത് നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നത് അസിഡിറ്റിയാണ്. ദയവ് ചെയ്ത് അവരെല്ലാവരും തന്നെ പച്ചമുളക്, ഉണക്കമുളക്, മുളക് പൊടി, കോൽപ്പുളി, കൊടംപുളി, വിനാഗിരി, ചെറുനാരങ്ങ, തൈര്, പച്ചമാങ്ങ, ഇരുമ്പമ്പുളി എന്നിവ ചേർത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. 10 സാധനങ്ങൾ. പച്ചമുളക്, ഉണക്കമുളക്, മുളക് പൊടി പോയി, പകരം ഇത്തിരി കുരുമുളക് ഉപയോഗിച്ചാൽ മതി. കോൽപ്പുളി, കൊടംപുളി, വിനാഗിരി, ചെറുനാരങ്ങ, തൈര്, പച്ചമാങ്ങ, ഇരുമ്പാമ്പുളി പകരം കുറച്ച് തക്കാളി ഉപയോഗിക്കുക. അതുകൊണ്ട് മാത്രം ബാക്കി എല്ലാ കറികളും ഉണ്ടാക്കുക. അതിന് ഈ മല്ലി, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നറുതണ്ടിക്കിഴങ്ങ്, ഇത് രണ്ടുമാണ് അവർക്ക് വെള്ളം കുടിക്കാൻ ഏറ്റവും നല്ലത്. നിർബന്ധമായും ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് മരുന്ന് കഴിക്കുകയും ചെയ്യണം. ഇതിനൊപ്പം ഇതാണ് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ കാലത്ത് തല നന്നായി വിയർക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ എന്താ ചെയ്യാൻ? നീരിറക്കം, കോൾഡ്, എക്സെട്ര ഡിസീസ് ഇത് കാരണം ഉണ്ടാകുന്നു. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, തല വിയർത്തത് കൊണ്ടല്ല ആ അസുഖം ഉണ്ടാകുന്നത്. തല വിയർക്കുന്നവർ ദയവ് ചെയ്ത് അവർ തല തോർത്താനുള്ള ഒരു സംവിധാനം കൂടി അവർ കയ്യിൽ വെക്കുക. കർച്ചീഫോ മറ്റോ ഉപയോഗിക്കുക. വൈകുന്നേരം അല്ലെങ്കിൽ വീട്ടിൽ കയറുന്ന സമയത്ത് രാസനാദിപ്പൊടി തിരുമ്പുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ചൂടുകാലത്ത് അല്ലെങ്കിൽ വിയർക്കുമ്പോൾ കഫക്കെട്ടും പനി വരുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കണം. തൊട്ടടുത്ത ആയുർവേദ ഡോക്ടറെ അടുത്ത് ചെന്ന് കാണുക, അതിനുള്ള മരുന്ന് കഴിക്കണം. ഇത് തലനീരിറക്കം കൊണ്ടാണ് എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. അത് തലനീരിറക്കം അപ്പൊ തന്നെ തുടച്ചു കളയുകയും രാസനാദിപ്പൊടി തിരുമ്പിയാൽ മാത്രം മാറുന്ന സാധനമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് എന്നും ഉറപ്പുവരുത്തുക.
ഹീറ്റ് റാഷ് ഉള്ളവർ ദയവ് ചെയ്ത് നാൽപ്പാമരം എന്ന് പറഞ്ഞ സാധനം മേടിക്കാൻ കിട്ടും. അതെടുത്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം, തലേദിവസം വെള്ളം തിളപ്പിച്ചിട്ടിട്ട് അത് ഡൈലൂട്ട് ചെയ്തിട്ട് അത് തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. നേരത്തെ പറഞ്ഞ ശാരിബ, അതായത് നമ്മുടെ നറുനീണ്ടിക്കിഴങ്ങ്, മല്ലി എന്നിവ മാത്രം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക. പിന്നെ എന്നിട്ടും കുറയുന്നില്ല എങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ഡോക്ടറെ കാണണം. ഹോം റെമഡി ആയിട്ട് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ വെള്ളവും ഒപ്പം നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ നാളികേരപ്പാല്, വെറുതെ വെളിച്ചെണ്ണയാലും മതി ഉപയോഗിച്ചുകൊണ്ട് കുളിക്കുക. സോപ്പിന്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക. അതിന്റെ അർത്ഥം ചെറുപയറുപൊടി ഉപയോഗിക്കണം എന്നല്ല. ചെറുപയറുപൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹിറ്റിലി പ്രീക്ക് കൂടാറാണ് പതിവ്. പകരം സോപ്പ് ഉപയോഗിക്കുന്നത് നിർത്തുക. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളയുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കൊണ്ട് കാണിക്കും. ശുദ്ധീകരിച്ച വെള്ളം കഫക്കെട്ടുള്ളവർ കുടിക്കാമോ? എന്താണ് ശുദ്ധീകരിച്ചത് എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് RO വാട്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കഫക്കെട്ടുള്ളവർ എപ്പോഴും പച്ചവെള്ളം കുടിക്കുന്നത് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറിവേപ്പില അല്ലെങ്കിൽ ഇഞ്ചി എന്നിവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കുക. കൈകാൽ ചുട്ടുപൊള്ളുന്ന ഒരു 13 വയസ്സുള്ള പെൺകുട്ടി വേനൽക്കാലമായപ്പോൾ മാത്രം അത് ശ്രദ്ധിക്കണം. അത് ഒറ്റമൂലി കൊണ്ടൊന്നും ചികിത്സിക്കേണ്ടുന്നതല്ല. നേരത്തെ പറഞ്ഞ നറുനീണ്ടി, മല്ലി എന്നിവ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചോളൂ. 10-13 വയസ്സായ കുട്ടിക്ക് കൈകാല് ചുട്ട് നിറ്റുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഡോക്ടറെ കാണിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊരു പെരിഫറൽ ന്യൂറോപ്പതിയാണ് സാധാരണഗതിയിൽ. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. ആ കുട്ടി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. അച്ചാറ്, ചമ്മന്തി തീറ്റുണ്ടെങ്കിൽ നിർത്തുക. എന്നിട്ട് നിർബന്ധമായി ആഴ്ചയിൽ 3 ദിവസം ചീരക്കറി, ഇലക്കറികൾ കഴിക്കണം. ആഴ്ചയിൽ 2 ദിവസം ക്യാരറ്റ് ജ്യൂസ് നിർബന്ധമായും കഴിക്കണം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വെണ്ണ ഉപയോഗിക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ലോണം പോഷകാഹാരക്കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡോക്ടറെ കാണിക്കുക, ചികിത്സിക്കുക. മൗത്ത് അൾസർ കൂടുതലായി വരുന്നുണ്ട് ഈ ടൈമിൽ, എന്തു ചെയ്യണം? അത് ഈ ടൈമിൽ നിന്ന് മാത്രം തന്നെയല്ല, പൊതുവിൽ മൗത്ത് അൾസർ വരുന്ന ആള് പ്രകൃതമാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എരിവും പുളിയും തീറ്റ ഒഴിവാക്കേണ്ടതുണ്ട്. ഈ കുടിവെള്ളം, മല്ലിവെള്ളം അല്ലെങ്കിൽ നറുനീണ്ടി വിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന് കൃത്യമായി മരുന്ന് കഴിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് അതിന്റെ കാരണം കണ്ടുപിടിക്കണം. 10-25 കാരണങ്ങളെ കൊണ്ട് ഈ മൗത്ത് അൾസർ, എല്ലാവരും പറയും ബി കോംപ്ലക്സിന്റെ കുറവാണ്, ബി കോംപ്ലക്സിന്റെ കുറവാണ്. ബി കോംപ്ലക്സ് എവിടെ നിന്ന് ഇപ്പൊ കുറയണം? നിൽക്കേണ്ട കാലം ഉണ്ടായിരുന്നു. ബി കോംപ്ലക്സ് എന്താ ഇപ്പൊ കുറയണേ? ബി കോംപ്ലക്സ് എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറയുകയും ചെയ്യും. പിറ്റേ ദിവസം മൂത്രം മഞ്ഞായിട്ട് പോകുന്നു മാത്രമേ. ഇതുവരെ ഇല്ലാത്ത ബി കോംപ്ലക്സ് കുറയൽ ഇപ്പൊ എങ്ങനെ ഉണ്ടായേ എന്നുള്ള കാരണത്തെ ചികിത്സിക്കേണ്ടതുണ്ട്. വയറ് സംബന്ധമായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട്. അസിഡിറ്റി ഉള്ളവർക്ക് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അത് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചേ മതിയാകൂ. അതിൽ യാതൊരു തർക്കമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ചില ഒറ്റമൂലികളൊക്കെ ഉപയോഗിക്കാൻ, ഇപ്പൊ തേൻ പുരട്ടാം, അത് കുറയും. ത്രിഫലമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് വായിൽ ഇങ്ങനെ മൗത്ത് വാഷ് ചെയ്യാം, ഇതൊക്കെ കുറയും. പക്ഷെ അത് ശാശ്വത പരിഹാരമല്ല. അതിന്റെ കാരണത്തെ കണ്ടുപിടിച്ച് കൃത്യമായി അതിന് ചികിത്സിക്കണം. അതില് ആയുർവേദ ചികിത്സകൾ, നല്ല ഫലവത്തായ ചികിത്സകളുണ്ട്. അലോപ്പതി സാധാരണ കാരണങ്ങളെ കണ്ടുപിടിച്ച് വരുമ്പോൾ പകുതി മുക്കാൽ സ്ഥലങ്ങളിൽ ഈ ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസിനാണ് പറയാറ്. ഞങ്ങള് ആയുർവേദത്തിൽ അത് അങ്ങനെ വെച്ച് നിർത്തില്ല. എന്തുകൊണ്ട് ബി കോംപ്ലക്സ് കുറഞ്ഞു എന്ന് കൂടി ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ ചികിത്സിക്കാറ്. അതുകൊണ്ട് അത് ത്രിഫലമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് മൗത്ത് വാഷ് ചെയ്തോളൂ, അത് കുഴപ്പമൊന്നും. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇത് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, ഈ മുട്ട കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? ഏതാ? കോഴിമുട്ട. ഒരു കുഴപ്പമില്ല, കോഴിമുട്ട കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കരിക്കുവെള്ളം വളരെ നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ ഹൃദ്രോഗികളല്ല, കിഡ്നി രോഗികളല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക.
ഈ കഫക്കെട്ടുള്ളവരോ മുട്ട കഴിക്കാൻ പറ്റുമോ? കഫക്കെട്ടുള്ളവർ പൊതുവിൽ മുട്ട കഴിക്കുന്നത് നല്ലതല്ല. മുട്ട കഴിച്ചു കഴിഞ്ഞാൽ, പക്ഷെ അവർക്ക് നല്ല വ്യായാമം ഉണ്ടെങ്കിൽ, അവർ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ മുട്ട കഴിച്ചാലും ഒരു കുഴപ്പമില്ല. അല്ല യെല്ലോ ഒഴിവാക്കിയിട്ട് കഴിക്കാൻ പറ്റുമോ? യെല്ലോ ഒഴിവാക്കുന്നതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. യെല്ലോന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. യെല്ലോ കൊളസ്ട്രോൾ കൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് ഈ പറയുന്ന കോഴിമുട്ടയുടെ വെള്ളയെ ഒരുപാട് പഴിചാരിയിരുന്നു എന്നല്ലാതെ കോഴിമുട്ടയുടെ വെള്ളയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവിൽ കഫക്കെട്ടുള്ളവർക്ക് കോഴിമുട്ട നല്ലതല്ല. നല്ലതാകണമെങ്കിൽ ആ കഫക്കെട്ടുള്ളവർ നല്ലോണം വ്യായാമം ചെയ്യുന്നവരായിരിക്കണം. അല്ല, നമ്മളെ ഡോക്ടർ പറഞ്ഞതാണ് ഈ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ള കഴിച്ചോളാണ്. അതൊരു പഴയൊരു അന്ധവിശ്വാസമാണ്, ഇപ്പോഴും ആചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഗുൽഗുലു മരിജാതി തൈലം ഈ കാലത്ത് കാലിലെ ഡ്രൈനസിന് യൂസ് ആക്കാവോ? ഗുൽഗുലു മരിജാതി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതൊരു ഡോക്ടർ ആയിരിക്കും എഴുതി തന്നിട്ടുണ്ടാവുക. ആ ഡോക്ടർ നിങ്ങളുടെ ഒരു കണ്ടീഷന് ചിലപ്പോൾ ഒരു പക്ഷേ എഴുതി തന്നിട്ടുണ്ടോ, അത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് ഗുൽഗുലു മരിജാതി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഒരു ഡോക്ടറാണ് തന്നതെങ്കിൽ ആ ഡോക്ടറോട് തന്നെ ചോദിക്കേണ്ടതാണ്. നിങ്ങൾക്ക് സാധാരണയായിട്ട് നിങ്ങൾക്ക് കാലിന്റെ ഡ്രൈനസിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാ വെളിച്ചെണ്ണയാണ്. സാധാരണ വെളിച്ചെണ്ണയാണ്, അതിനോളം ഒക്കില്ല ബാക്കിയുള്ളതൊന്നും. പിന്നെ ഡ്രൈനസ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് വിണ്ട് കീറലായിരിക്കും, അതിനൊക്കെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. ഈ വിണ്ട് കീറലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ശാരിബ, നമ്മുടെ നറുതണ്ടിക്കിഴങ്ങൊക്കെ വളരെ എഫക്റ്റീവാണ്, ഗുണം ചെയ്യുന്ന സാധനമാണ് കേട്ടോ. വെണ്ണ പുരട്ടാം നിങ്ങൾക്ക് കാലിന്റെ ഡ്രൈനസ് ഉള്ള സ്ഥലങ്ങളിൽ. പശുനെയ്യ് വെറുതെ ഒരുക്കി എടുത്ത് പുരട്ടാം, വെളിച്ചെണ്ണ പുരട്ടാം. പക്ഷെ ഡ്രൈനസ് എന്ത് കാരണം കൊണ്ട് നിങ്ങൾക്ക് വൈറ്റമിൻ എയുടെ കുറവുകൊണ്ട് ഡ്രൈനസ് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ വിറ്റാമിനുകളുടെ പല തരത്തിലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഡ്രൈനസ് ഉണ്ട്. അതാണോ അല്ലയോ എന്നുള്ളതൊന്ന് അന്വേഷിക്കണം. കണ്ണുകൾ ചുവന്ന് ചൊറിഞ്ഞു വരുന്നത് ചൂട് കാലത്ത് എന്താ ചെയ്യേണ്ടത്? നിർബന്ധമായിട്ടും അങ്ങനെയുള്ളവര് സാധാരണഗതിയിൽ അത് ചൂടുകാലത്ത് കാണുന്ന ഒരു ലക്ഷണമൊന്നുമല്ല. ചില ആളുകൾക്ക് അത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കേണ്ടതാണ്. തൽക്കാലത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനം നേരത്തെ പറഞ്ഞ മല്ലിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക എന്നാണ്. സൈഡിൽ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ചെരിഞ്ഞു കിടന്നിട്ട് കണ്ണിന്റെ കോണിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും. അത് ചൊറിഞ്ഞടിക്കൽ കൂടുതലുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. ചെമ്മീൻ, ഞണ്ട്, കക്ക, അയില, തൈര് അങ്ങനെയുള്ള ഷെൽ ഫിഷുകൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണം. പ്ലസ് മരുന്ന് കഴിക്കണം. അതിന് അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും വെച്ച് നീട്ടരുത്, മരുന്ന് കഴിക്കണം. കറുവപ്പട്ട ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് സ്ഥിരമായി കഴിക്കുന്നത് നല്ലതല്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. കറുവപ്പട്ട, ഗ്രാമ്പു അത് സ്ഥിരമായി വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. അതൊക്കെ കണ്ടീഷണലായി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഡോക്ടറോട് ചോദിച്ച് ഇന്ന കണ്ടീഷനിൽ അത് കഴിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ മാത്രം ഉപയോഗിക്കേണ്ട മരുന്നാണ് കറുവപ്പട്ട. കറുവപ്പട്ട ഫാഷനായി മാറിയത് അതിന്റെ മണം കൊണ്ട് മാത്രമാണ്. ആ മണം നല്ല പ്ലസന്റ് ആണ്, അതുകൊണ്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഏലക്കായ, കറുവപ്പട്ട അതൊക്കെ മരുന്നുകളാണ്, ഔഷധങ്ങളാണ്. വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളതാണ്. അത് വെള്ളമിട്ട് തിളപ്പിച്ച് കുടിക്കാൻ നല്ലതല്ല. തുളസിയില ഇട്ട് വെള്ളം, തുളസിയില ആവാം, പനിക്കൂർക്ക ആകാം. നറുനീണ്ടി കിഴങ്ങ് ക്രിയേറ്റിൻ കൂടുതലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ക്രിയേറ്റിൻ കൂടുതലുള്ള ഒരാൾക്കും ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ ബാധകമല്ല. ക്രിയാറ്റിൻ കൂടുതലുണ്ടോ, വെള്ളം എത്ര കുടിക്കണം, ഏത് കുടിക്കണം, എങ്ങനെ കുടിക്കണം എന്നത് ആ രോഗിയെ പരിശോധിച്ച് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ കൂടുതലുള്ള ഒരാളും ഈ നിയമങ്ങൾ പാലിക്കണ്ട. ഈ നിയമങ്ങളല്ല എടുക്കേണ്ടത്, അവർക്ക് വേറെ നിയമങ്ങളാണ്. എനിക്കും ഹസ്ബൻഡിനും നല്ലോണം ഷുഗർ ഉണ്ട്, വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കൊടുക്കാമോ? സ്ഥിരമായി ഉപയോഗിക്കുന്നത് നല്ലതല്ല. വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഡോക്ടറെ കണ്ട് സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടി കഴിക്കണമോ എന്നുള്ളത് ചോദിക്കണം.
ഒറ്റമൂലി പ്രയോഗം എന്നുള്ള നിലയ്ക്ക് സ്ഥിരമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് നല്ലതല്ല പലപ്പോഴും. സർ, കണ്ണ് ചുവന്നതിന് പറഞ്ഞത് കേട്ടില്ല, കട്ടായി പോയി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കണ്ണ് ചുവന്നത് അടിക്കുന്നതിന് മല്ലിവെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് ധാര കോരുക. അതേപോലെ ചെമ്മീൻ, ഞണ്ട്, കക്ക, അയില, തൈര്, കൂന്തള് തുടങ്ങിയിട്ടുള്ള ഷെൽഫിഷുകൾ ഒഴിവാക്കുക. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണുക. ഡോക്ടർക്ക് ഉണ്ടായിട്ടുള്ള അലർജിക്കുള്ള മരുന്നുകൾ കഴിക്കും. ഡോക്ടറെ, അതേപോലെ ഈ ചാമയരി അതൊക്കെ നല്ലതാണോ കഴിക്കുന്നത്? ചാമയരി സ്ഥിരമായി ഇപ്പൊ ഈ ചോദ്യം ചോദിച്ച ആൾക്ക് എത്ര വയസ്സുണ്ട്? ഒരു 68, 65. 68 വയസ്സ്. 68 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചാമയരി സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പ്രൊവൈഡഡ് ആൾക്ക് ഒരു 60-65 കിലോക്കാൾ കൂടുതൽ ഭാരമുണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. ചാമയരി ഒരാഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി. മിക്സ് ചെയ്യുക. എപ്പോഴും മില്ലറ്റുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ചാമയാണെങ്കിൽ നാളെ ചോളം, അതിന്റെ പിറ്റന്നാൾ റാഗി, അതിന്റെ പിറ്റന്നാൾ കോളം, ഇങ്ങനെ പല തരത്തിലേക്ക് മാറ്റുക മില്ലറ്റുകൾ ഉപയോഗിക്കുന്നത്. ഏതാ? പുതിന, മിന്റ് ലീവ്സ്. മിന്റ് ലീവ്സ് ഈ പറഞ്ഞ സ്ഥിരം ഉപയോഗിക്കേണ്ടുന്ന സാധനമല്ല. സ്ഥിരം ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനമാണ് മിന്റ് ലീഫ്. യെസ്. ഏകനായകം ഷുഗറിന് നല്ലതാണോ? ഏകനായകം ഷുഗറിന് നല്ലതാണ്. ഷുഗർ രോഗികൾക്ക് നല്ലതാണോ എന്നുള്ളത് ഡോക്ടർക്ക് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഉപയോഗിക്കേണ്ടുന്ന മരുന്നല്ല ഏകനായകം. ദയവ് ചെയ്ത് ഡോക്ടറെ കണ്ടിട്ട് ഇതേ ചോദ്യം കണ്ട് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറയുകയാണ് ഏകനായകം ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. എന്നിരുന്നാൽ കൂടി ഡോക്ടർ ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറയില്ല ഏകനായകം. അത് ചില നിയമങ്ങളോട് കൂടി മാത്രം ഉപയോഗിക്കേണ്ടുന്ന മരുന്നാണ്. RO വാട്ടർ യൂസ് ചെയ്യാം. കഫക്കെട്ടുള്ളവർക്ക് RO വാട്ടർ യൂസ് ചെയ്യാമോ? RO വാട്ടർ യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കഫക്കെട്ടുള്ളവർ എപ്പോഴും ഊതിയാറ്റി കുടിക്കുന്ന വെള്ളം കുടിക്കലാണ് നല്ലത്. കഫക്കെട്ടുള്ളവർ എപ്പോഴും ഊതിയാറ്റി കുടിക്കാവുന്ന ചൂടിലുള്ള വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അതല്ലാത്തടത്തോളം കാലം ഏത് RO വാട്ടർ ആയാലും ശരി കഫക്കെട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കഫക്കെട്ടുള്ളവരുടെ വെള്ളം കുടിയുടെ നിയമത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഊതിയാറ്റി കുടിക്കാവുന്ന വെള്ളം കുടിക്കുക. ഓക്കെ, അത്യാവശ്യമായി എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ സമയത്ത്? ഈ സമയത്ത് മാത്രമല്ല, വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ നിർബന്ധമായും എരിവും പുളിയും തീറ്റ നിർത്തണം. നേരത്തെ പറഞ്ഞ 10 സാധനങ്ങൾ തീറ്റ നിർത്തണം. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകണം. അതിനുള്ളിൽ പരിശോധിക്കുന്നത് അടക്കമുള്ള കൃത്യമായ പരിശോധനകൾ ആവശ്യമുണ്ട്. വൈറ്റ് ഡിസ്ചാർജ് വെറും നമ്മുടെ നാട്ടിലൊക്കെ അസ്ഥിരുക്കെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വെറുതെ തള്ളിവിടും, കൂവനൂറ് ഇറുക്കി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒറ്റമൂലിയോട് കൂടി പോകുന്നതായിട്ട് കാണാറുണ്ട്. തെറ്റാണ്. ഫംഗസ് കൊണ്ടുണ്ടാകാം വെള്ളപോക്ക്, ഗർഭാശയ മുഖത്തുണ്ടാകുന്ന വ്രണം കൊണ്ടുണ്ടാകാം വെള്ളപോക്ക്, ചില മരുന്നുകൾ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകാം. പിന്നെ പക്വാശയം എന്ന് പറയുന്ന ഗർഭാശയത്തിന്റെ 2 വശത്തുമുള്ള പ്രത്യേക തരത്തിലുള്ള നീർക്കെട്ടിന്റെ ഭാഗത്തുണ്ടാകാം. പിന്നെ ചില ഇൻഫെക്ഷൻസുകൾ കൊണ്ടുണ്ടാകാം. ഇതേതുകൊണ്ടാണ് ആ വൈറ്റ് ഡിസ്ചാർജ് എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് ചികിത്സ തേടണം നിർബന്ധമായിട്ടും. എരിവ് പുളി നിർബന്ധമായിട്ട് എല്ലാ വൈറ്റ് ഡിസ്ചാർജറും നിർത്തണമാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ആ 10 സാധനങ്ങൾ ഒന്നുകൂടെ പതുക്കെ പറയാം. അത് ഈ രോഗികളോട് പറഞ്ഞ് സ്പീഡ് കൂടിയതാ. പതുക്കെ പറയാം. പച്ചമുളക്, ഉണക്കമുളക്, മുളക് പൊടി. ഈ പച്ചമുളക് നിർബന്ധമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല നീളമുള്ള പച്ചമുളക് എടുത്തിട്ട് നേരെ അരിഞ്ഞിട്ട് അതിന്റെ അരി കളയുക. എന്നിട്ട് അത് ഉപയോഗിച്ചു. പച്ചമുളക്, ഉണക്കമുളക്, മുളക് പൊടി 3 എണ്ണമായേ. കോൽപ്പുളി, കുടംപുളി, വിനാഗിരി, ചെറുനാരങ്ങ, തൈര്, പച്ചമാങ്ങ, ഇരുമ്പമ്പുളി. കോൽപ്പുളി, കുടംപുളി, വിനാഗിരി, ചെറുനാരങ്ങ, തൈര്, പച്ചമാങ്ങ, ഇരുമ്പമ്പുളി 7 എണ്ണായേ. പുളിക്ക് ബദൽ 1 തക്കാളി,
എരിവിന് ബദൽ ഒന്നുകിൽ കുരു കളഞ്ഞ നീളമുള്ള പച്ചമുളക് വെച്ചു, കാന്താരിമുളകല്ല. ദെൻ നിങ്ങൾക്ക് കുരുമുളക്, പച്ചക്കുരുമുളകാണെങ്കിൽ ഏറ്റവും വിശിഷ്ടം ഉപയോഗിക്കും. കുടിവെള്ളത്തിൽ ഇടുന്ന ഗുളികയുടെ പേര് ഒന്നുകൂടെ പറയാം. ഗുളികയല്ല, അതൊരു പച്ചമരുന്നാണ്. അതിന്റെ പേര് നറുനീണ്ടിക്കിഴങ്ങ് അല്ലെങ്കിൽ നന്നാറിക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനത്തിന്റെ പേരാണ്. ഞാൻ ഇതുവരെ നിങ്ങൾ പരിചയമില്ലാത്തൊരു പേര് ഞാൻ പറഞ്ഞത്. സർബത്ത് ഉണ്ടാക്കുന്ന സാധനം നന്നാറിക്കിഴങ്ങ്. തേറ്റാമ്പരലാണോ സർ ഉദ്ദേശിച്ചത്? ഏതാ? തേറ്റാമ്പരല്. അത് ഗുളിക പോലെയുള്ളതെന്ന് പറഞ്ഞ, കായ പോലെയുള്ളതെന്ന് പറഞ്ഞ തേറ്റാമ്പരൽ. തേറ്റാമ്പരൽ, തേറ്റാമ്പരൽ. കഫക്കെട്ടുള്ളവർ അരിഭക്ഷണം രാത്രിയിൽ യൂസ് ചെയ്യാമോ? നിങ്ങൾ എത്ര കണ്ട് അരിഭക്ഷണം ഒഴിവാക്കുന്നോ രാത്രിയിൽ അത്ര കണ്ട് കഫക്കെട്ട് കുറയുന്നതായിരിക്കും. അത്ര കണ്ട് കഫക്കെട്ട് കുറയുന്നതായിരിക്കും. അരുൺ ഡോക്ടറെ, എനിക്ക് 9:15 മീറ്റിംഗ് ഉണ്ട് ഡോക്ടറെ. ഓക്കെ സാർ, അരുൺ ഡോക്ടർ ചെറിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സാർ. അപ്പൊ നമുക്ക് സാർക്ക് സമയമെങ്കിൽ സാർ നമുക്ക് വൈൻഡ് ചെയ്യാം. നമുക്ക് ഞാൻ ഇനിയും വരാം. നമുക്ക് ഇത്തരത്തിലുള്ള വളരെ എമർജൻസി ആയിട്ടുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അതിഥിക്കാരോട് സംഘടിപ്പിക്കാൻ പറയാം. തൽക്കാലം ഇത്രയും നേരം ശ്രമിച്ചതിന് നന്ദി. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഹലോ സാർ, എക്സിറ്റ് ആയോ സാർ? ഇല്ല, എക്സിറ്റ് ആയിട്ടില്ല. ഞാൻ ഓക്കെ സാർ. നമുക്ക് ഈ കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ ഈ കാലാവസ്ഥ എങ്ങനെ ബാധിക്കുന്നെന്നും ആ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി നമ്മൾ എങ്ങനെ നമ്മുടെ ആഹാരത്തിലും വിഹാരത്തിലും നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും വളരെ ലളിതമായി നമുക്ക് കിട്ടാവുന്ന, വളരെ ലളിതമായി നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഗൃഹവൈദ്യം പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞെന്ന സാർക്ക് അതിഥിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ.